രാവിലെ എണീറ്റ് വന്നതേ ഉള്ളൂ. എണീറ്റ് വന്നു കഴിഞ്ഞപ്പം പ്രത്യേകിച്ചൊന്നും കഴിക്കാനില്ല. ഇന്നിപ്പോൾ നമ്മൾ ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്നാ കഴിക്കണേ? ഞാനാണെങ്കിൽ പപ്പയാണെങ്കിൽ ഈ ബ്രെഡ് പിന്നെ പാല്. ഞാനാണെങ്കിൽ മറ്റേ ബ്രെഡ് വൈറ്റ് ബ്രെഡ് ഒരെണ്ണം തിന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ജോണിക്കുട്ടിക്ക് പൊറോട്ട കഴിക്കണമെന്ന് തോന്നി. സാമ്പാർ ഇരിപ്പുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ 2 പൊറോട്ട ജോണിക്കുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലേ? പപ്പയ്ക്ക് വേണ്ട. പപ്പയ്ക്ക് വേണ്ട. പപ്പയ്ക്ക് നമുക്കിന്ന് കഞ്ഞി കുടിക്കാം. കഞ്ഞി, പരിപ്പ് തോരൻ, പിന്നെ ഒരു ചമ്മന്തി, മുളകിട്ട് നമുക്ക് ചുട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ജോണിക്കുട്ടിയുടെ കലാപരിപാടിയിലേക്ക് നമുക്ക് നീങ്ങാം. അതുപോലെ പക്ഷെ കുറെ കൂടെ ഏർലി ആയിട്ട് എടുക്കണം. അത് നാളെ അല്ലേ അത്. നാളെ കാർഡെക്സിനോ യുഡിഎക്സിനോ മുമ്പേ പോണേ. ഓക്കെ. നമുക്കിന്ന് അതൊക്കെ സമയമുണ്ടെന്നേ. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകണം. കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് കാസ്റ്റ്യൂമില്ല. പിന്നെ അതിനെ കുറിച്ച് എന്റെ ഫ്രണ്ടിനെ കൊടുത്തോണ്ട് പപ്പ പറഞ്ഞു ജസ്റ്റ് ഇൻ കേസ് എടുക്കാനേ. അത് അതിലൊന്നും കയറ്റിയില്ല. ഞാൻ എന്റെ കൂട്ടത്തിൽ പോണോണ്ട് കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. നമുക്ക് പള്ളിയിലും പോണ്ടേ. ഇന്ന് നല്ല വെതറാണ്. ഞാനും ജോണിക്കുട്ടിയും കൂടെ എന്തിനു വേണം ജോണിക്കുട്ടി? വാക്കും കുഞ്ഞു വാക്കും പിന്നെ അതിനെ കുറിച്ച് മറ്റേ ഓക്സകൾ എടുക്കാൻ ട്രീസ്. എൻ്റെ കൂട്ടുകാരനെ കുറിച്ച് മറ്റേ ഈ നിങ്ങൾക്ക് ഫിനിഷ് ആൾക്കാർ ചെയ്യണം വെച്ചാൽ വീട്ടിൽ പോയിട്ട് മറ്റേ ഓക്സ കൊടുത്തിട്ട് ചെയ്യാനേ പോലെ അതുപോലത്തെ ട്രീസ് ഉണ്ട്. അവിടെ ഒരെണ്ണുണ്ട്. അവനെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരുടെ പറമ്പിൽ നിന്നും എടുക്കണ്ട, എടുക്കാൻ പറ്റും. ഞാനും ചെക്കിയും അവിടെ ഒരു ട്രീ ഉണ്ട്. അവിടെയാണ് ഞാൻ യൂസ് ആ ഗ്രേ സ്ഥലമില്ലേ അവിടെ തന്നെയാണ് യൂഷ്വലി എല്ലാവരും ഞാനും ചക്കിയും എടുക്കുന്ന സീക്രട്ട് പ്ലേസ്. ജോണിക്കുട്ടി കുറച്ച് കഴിഞ്ഞ ദിവസം കുറേ എടുത്തതായിരുന്നു. പക്ഷേ ജോണിക്കുട്ടി എല്ലാം കൂട്ടുകാർക്ക് കൊണ്ടു കൊടുത്തു. ഓടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇത് വെച്ചിട്ടല്ലേ ജോണിക്കുട്ടി എന്നാ ചെയ്യാൻ പോണേ? ഡെക്കറേഷനൊക്കെ ചെയ്ത് അല്ലേ? ഡെക്കറേറ്റ് ചെയ്തിട്ട് നാളെ എപ്പോഴും കുറേ ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. എന്തായാലും എൻ്റെ ഫ്രണ്ടിന് കുറേ ഉണ്ട്. ഞാൻ കൊടുത്തത് കുറേ നമ്മൾ കളക്ട് ചെയ്തു. മറ്റേ ഞാൻ 115 ഞാൻ ഡെക്കറേറ്റ് ചെയ്തില്ല. അതൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ കൊടുത്തേ. അപ്പം ഞാൻ അത് ഡെക്കറേറ്റ് ചെയ്യാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതോ കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു. ഡെക്കറേറ്റ് ചെയ്യാനേ നാളെ പറ്റില്ല, സമയമില്ല. ഓക്കെ. എന്നിട്ട് ഇത് വെച്ച് എന്ത് ചെയ്യാനാണ്? വിരുപ്പ ചെയ്യാൻ. അന്ന് പറഞ്ഞ എന്താണ്? മറ്റേ വിഷസ് ചെയ്യാൻ വേണ്ടി. ലൈക്ക് കുറെ ടൈപ്പ് ഉണ്ടാണ് പണ്ടേ തൊട്ട്. ഭയങ്കര പണ്ടാണെങ്കിൽ ഇതുപോലെ മറ്റേ പൈസ തരുന്ന പോലെ പൈസയെ കുറിച്ച്. എന്നിട്ട് നെക്സ്റ്റ് 2024 ആയിപ്പാണെങ്കിൽ വന്നത് മറ്റേ പിzzയുടെ കുറിച്ച്. വിർവം വർവം തോറക്സ് തെറവക്സ് തുളവക്സ് ബോർഡ് പിസ്സ സുള്ള പൽക്കമുള്ള അതുപോലെ. ഇപ്പോഴും എപ്പോഴാണെങ്കിൽ വിർവം വർവം തോറക്സ് തെറവക്സ് തുളവക്സ് ബോർഡ് പിസ്സ സുള്ള പൽക്കമുള്ള. ഓക്കെ. അതിന് മലയാളത്തിൽ പറഞ്ഞാ? മലയാളത്തില അതെനിക്ക് അത്ര. അതായത് നിങ്ങൾക്ക് ഈ വരുന്ന വർഷം എല്ലാവിധ ആശംസകൾ തന്നെയായിരുന്നു. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളെ വിഷ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് സീറ്റ്സ് തന്നെ എന്ന് പറഞ്ഞ് നിങ്ങൾ അതുപോലെയാണ് പൈസയെ കുറിച്ച് ചെയ്തു, പിച്ചയെ കുറിച്ച് ചെയ്തു, പിന്നെ സീറ്റ്സിനെ കുറിച്ച് വീഡിയോ ഉണ്ടാണ്. ഒരു ഷർട്ട്സ് ഉണ്ട് മാളും ചക്കയും ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ചെയ്തപ്പോ എനിക്ക് ആ പിച്ചയെ കുറിച്ച് ചെയ്തത് ആണല്ലേ? അതും കുറവുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. പിന്നെ ഞാൻ ഇത് ബഡ്സ് ആയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഇലകളാവും അല്ലേ? ഞാനാണെങ്കിൽ മറ്റേ ഇതില്ലേ, ഇത് ഞാൻ കുറെ ഉള്ളപ്പോ ഞാൻ പറിച്ചെടുത്തെങ്കിൽ എനിക്ക് ഇത്ര വലിയ ഉണ്ടകൾ വന്നില്ലാണ്. ഇതിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് ശരിക്കും ഇലകളാകാൻ വേണ്ടി പോവല്ലേ സൂൺ. അപ്പൊ ഇതുകൾ ഭയങ്കര വലിയ ഉണ്ടകളായി. ആണല്ലേ? പിന്നെ ഇതുപോലത്തെ ചുമ്മാ ഒരു ഇല പോലെ വരാൻ പറ്റില്ല. പിന്നെ ഇല പോലെ വരാൻ തുടങ്ങിയത് ആ ഗ്രീൻ കണ്ടോ, അകത്ത് കയറിയിട്ടുണ്ട്. ഇത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ജോണിക്കുട്ടി സ്കോട്ട്ലൻഡിന് അവരുടെ ഒപ്പം പോകാൻ വേണ്ടിയിട്ട് അത്ര ഇൻട്രസ്റ്റ് കാണിക്കാണ്ടിരുന്നത്. പക്ഷെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഒരു ചെറിയ ഇൻട്രസ്റ്റ് വന്നേ അല്ലേ? അല്ലാതെ ഞാൻ ഇപ്പൊ പോയേനെ. എനിക്ക് അത്ര വിഷമം വന്നില്ലാണ് മറ്റേ ആ ഹോട്ടലിനെ കുറിച്ച്. ജസ്റ്റ് ഒരു ഹോട്ടലായി. എന്നിട്ട് ഞാൻ ചുമ്മാ എടുത്തത് ഞാൻ കേട്ടോണ്ട് മമ്മ പറഞ്ഞു ബർഗർ വാങ്ങി കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ കരഞ്ഞു സത്യമായിട്ട്. ആണോ? അങ്ങനെ വിഷമൊന്നും ഇല്ലായിരുന്നു അല്ലേ? ചെറിയ വിഷമം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ എന്താ അവർക്ക് ഫണ്ണുള്ള എനിക്ക് അതിനേക്കാട് ഫണ്ണാക്കും. ഞാൻ വിരുപ്പ ചെയ്ത് ക്യാൻഡി കൊണ്ട് വന്നിട്ട് ആണ്.
അപ്പോൾ ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് പുള്ളി വലിയ വിഷമമില്ലാണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാം അത്യാവശ്യം ഇത്രയും പോരെ, നമുക്ക് വീട്ടിൽ പോയേക്കാം. പിന്നെ ഇവരും വന്നിട്ട് മറ്റേ വിളിച്ചുമ്പോൾ എനിക്ക് കൊതി വന്നു. അവർ കുറേ ഫണ്ണ് ചെയ്യുമ്പോൾ നമ്മുടെ കസിൻസിനെ കാണുമ്പോൾ ആണോ റിയൽ ആയിട്ടുള്ള ഇതുകൾ. ബിക്കോസ് നോക്ക്, ഇതുപോലത്തെ ആണെങ്കിൽ ഭയങ്കര കുഞ്ഞതാണ്, വൃത്തി കുഞ്ഞതാകുമ്പോൾ കുറച്ച് വിയർഡായിട്ടാണ്. പക്ഷെ ഈ വലുതാകുമ്പോൾ നല്ലതായിട്ടാണ്. ഇപ്പോൾ ആവശ്യത്തിനായില്ലേ? ഓക്കെ. ഇപ്പം എനിക്ക് ഓവറായി. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് ഓവറായി. എനിക്ക് കുറച്ച് നേരം ഇന്നിട്ട് ഞാൻ അവനക്ക് ബാക്കിയെല്ലാം കൊടുത്തിട്ട് അവൻ വിറപ്പിച്ച് പോകണമെങ്കിൽ ഞാൻ പോകും. അതുപോലെ അപ്പോൾ അവനക്ക് ചെയ്യാൻ പറ്റൂല. പള്ളിയിൽ നമുക്ക് 2 മണിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എത്ര നമ്മൾ പോണേ? നമുക്ക് 3 മണി. 3 മണിക്കാണ്. പക്ഷെ നമുക്കൊരു 2:45 ആകുമ്പോൾ 2:45 പോവാം. 2:45 പോവാം കേട്ടോ. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, എപ്പോഴാണ് നമ്മൾ തിരിച്ചു വരുന്നത്? എത്ര അവേഴ്സ്? ഈസി ആവുമായിരിക്കും. 5 മണിയാവുമായിരിക്കും. കോളനിയാകുമ്പോൾ 2 hours. പക്ഷെ അത്ര സർപ്രൈസിങ് അല്ല, 5 hours നിന്നിട്ടുണ്ടല്ലോ. നമുക്ക് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. എനിക്കൊരു റംഗൂൺ ചെയ്യാനാണ്. ആണോ? പപ്പയായിരിക്കാം. നമ്മൾ ഈ തൂവലൊക്കെ 2 പാക്കറ്റ് വാങ്ങിയാൽ ബിക്കോസ് ഓരോരുത്തരത്ത് 42 ഉണ്ട്. അപ്പോൾ 84 ഉണ്ട്. ഓക്കെ. ഇത് ഒരുമിച്ചിടുമ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 ചെയ്യുക. അപ്പോൾ പപ്പയും ചെയ്യാം. അതെങ്ങനെ ഫിക്സ് ചെയ്യുന്നത്? എങ്ങനെയാ ഓരോ കമ്പി കൂടെ എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്? എങ്ങനെയാ ഈ നൂലുകളുണ്ടല്ലോ, നൂലല്ല, ചെറിയ നൂൽ കമ്പി. അത് ഇതെടുത്തിട്ട് ഇപ്പോ തൽക്കാലം ഒരെണ്ണം എടുക്കാം. എന്നിട്ട് ഇത് വന്നിട്ട് കെട്ടിയിടും അങ്ങോട്ട്. ഇതുപോലെ നോക്ക്, ഇതുപോലെ മേലിൽ ഇടില്ല, ആ ഗ്യാപ്പ് ഉള്ളപ്പോ അവിടെ നിന്നിട്ട് കാണണം അല്ലേ? അതാണ് ഇമ്പോർട്ടന്റ് പാർട്ട്. ഏറ്റവും ഇതര സ്റ്റിക്കഡ്. ഒരു സ്റ്റിക്കിനകത്ത് എത്ര തൂവല് വയ്ക്കും? 2 അബൌട്ട് 2 അത് 3 പക്ഷെ യൂഷ്വലി 2 അത് 3 ഇടുന്നത്. ഇപ്പൊ 3 ഇട്ടാലും നല്ലതാണ്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയായിട്ട് നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ 3 മണിക്കാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ വന്നതാണ്. ഈശോ ബലഹീനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവിൽ നിന്ന് രക്തം ഒഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി. എൻ്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്ന് ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അളന്ന് ഗണ്യമാക്കുന്നില്ല. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യഭാവങ്ങളുടെ ഭാവമല്ല ചുവന്ന മിശിഹായി, അങ്ങേ ഞങ്ങൾ ആശ്വസിപ്പിക്കാനായി ഞങ്ങൾ അങ്ങേ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ശക്തിയില്ല. ജീവിതഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കാൻ കഴിവില്ലാതെ വരികയും ചെയ്യുന്നു. അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. പപ്പ ഞാനിപ്പോൾ ഇന്ന് വിറുപ്പ ചെയ്യണ ദോശ. അപ്പം എനിക്ക് മുഖത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ പപ്പ പറഞ്ഞത് ഇത് പപ്പയ്ക്ക് അറിയില്ല. ആക്ച്വലി പപ്പയ്ക്ക് ഇങ്ങനത്തെ പെയിന്റിംഗ് ഒന്നും അറിയത്തില്ല. പക്ഷെ ട്രൈ ചെയ്യാം. തെറ്റിപ്പോയെങ്കിൽ മോൻ തുടച്ചു പോയാ എൻ്റെ അടുത്ത് എസ്കുട്ടി എൻ്റെ മുഖത്ത് തപ്പിട്ടു. അങ്ങനെയൊക്കെ പറയാവോടാ. ഇതൊക്കെ ഒരു പരീക്ഷണമല്ലേ. ഇതൊക്കെ നമുക്ക് പിന്നീട് ഇത് ചെയ്യാൻ പറ്റുമോ? ടെൻഷൻ അടിക്കണ്ട, നീ കൂടുതലായിട്ടിരിക്കേ കേട്ടോ. അപ്പേ അത് വേണ്ട. അല്ല ഇത് മൊത്തം ഇത് എല്ലോ ചെയ്യണം. ഈ ഇവിടം വരെ എല്ലോ ചെയ്തിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പപ്പയുടെ ഫസ്റ്റ് പരിശ്രമം. ഇതൊക്കെ മമ്മയുടെ പറഞ്ഞിട്ടുള്ള പരിപാടികളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മമ്മയല്ലേ ചെയ്ത് തന്നെ? ഓരോ വട്ടം മമ്മ ചെയ്തേ. ആണോ? അപ്പൊ എനിക്ക് ട്രസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് വട്ടം എന്നെ ചെയ്തപ്പോ എനിക്ക് ട്രസ്റ്റ്, അങ്ങനത്തെ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി. നീ ഇത് ഇതായില്ലെങ്കിൽ ഇനി മേലെല്ലാം പപ്പയ്ക്ക് ചോദിച്ചില്ല ഇത് ചെയ്യാൻ. എന്നിട്ട് നോക്കാം എന്തായി തീറ്റ നമുക്കറിയാലോ. പക്ഷേ നമ്മൾ വിശ്വസിക്കണം. ധൈര്യമായിട്ടിരിക്കേ. പപ്പ പരിശ്രമമാണ്. ബട്ട് ട്രൈ ചെയ്യാം. ഞാനിക്കൂടി ആകെ മൊത്തം ടെൻഷനായി. എടാ പേടിക്കേണ്ടടാ.
ഇതെല്ലാം കഴിയുമ്പോഴല്ലേ നമ്മൾ സെറ്റാകണേ. ഇതിലപ്പുറം ചാടിക്കിടന്നവനാണ് നിന്റെ പപ്പ. നിൽക്കേ, ഞാൻ ചൂട് ആകത്തില്ല. വെയിറ്റ് ചെയ്യും. പപ്പയുടെ ലൈഫിൽ ഇതുപോലെ പപ്പ ചെയ്തിട്ടില്ല. എല്ലാം ഉണ്ടല്ലോ നിനക്ക് വേണ്ടിയിട്ട്. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം അമ്മ നിനക്ക് തന്നെ നീ പൂച്ചനല്ലേ വെച്ചെന്നേ? അല്ല, ഈസ്റ്ററിന്റെ കാര്യം ചെയ്ത് കൊടുത്തേ. ഇത് വായിക്കുള്ളൂ. വായിക്കും 3 കുത്തല്ലേ? 1 2 അങ്ങനെ 1 2 ഇങ്ങനെ. ജോണിക്കുട്ടി പോകാൻ തുടങ്ങുവാണ്. ജോണിക്കുട്ടി പാട്ട് പാടിക്കേ. Virvoon, varvoon, tuoreeksi, terveeksi, tulevaksi vuodeksi, vitsa sulle, palkka mulle. നമ്മുടെ നെയ്ബേഴ്സിൻ്റെ അടുത്തേക്ക് ജോണിക്കുട്ടി തന്നെ പോവാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂട്ടുകാരനെ അടുത്ത് അടുത്താണ് ഫസ്റ്റ്. അവരാണെങ്കിൽ അവര് കുറച്ച് ഓൾഡ് ആകുമ്പോൾ അവർ റെസ്പെക്ട് ചെയ്യൂല, കുറച്ചുകൂടി ചിരിച്ചില്ല. അതുപോലെ നേരെ പിള്ളേരെല്ലാം സ്ട്രീറ്റിൽ കൂടെയൊക്കെ പോകാൻ തുടങ്ങി. ഗ്രൂപ്പായിട്ടാണ് ആൾക്കാർ പോകുന്നത്. എല്ലാവരും സ്കോട്ട്ലാൻഡൊക്കെ പോയപ്പം ജോണിക്കുട്ടി സ്കോട്ട്ലാൻഡിൽ പോകാത്തുള്ള കാരണം ഇതാണ് അല്ലേ? Voi tehdä toistakin. അപ്പോൾ ജോണിക്കുട്ടി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരണം കേട്ടോ. ഓക്കെ, ബൈ. രണ്ടുപേരും ഇത് നടന്ന് ഇങ്ങനെ നടക്കുന്നു. കാണാണ്ട് ഞാൻ ഇങ്ങനെ വണ്ടി എടുത്ത് വന്നാ മോൻ മൊത്തം ഇതായില്ലോ, മെൽറ്റായില്ലോ. വാ പോയേക്കാം, വാ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കാണാഞ്ഞിട്ട് ഞാൻ സ്ട്രീറ്റിൽ കൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം മെൽറ്റായി പോയല്ലോ. ഭയങ്കര ഒട്ടും ഷേപ്പിലുണ്ടായി പോയി. അയ്യോ പൊന്നെ, ഈ മുട്ടായി തിന്നല്ലേ, അസുഖം വരും കേട്ടോ. എത്ര എണ്ണം തിന്നു? ഞാൻ ഒരു പാക്കറ്റ് നോക്കില്ലേ, 3 മാത്രമേ ഉള്ളൂ. മുഖത്തെല്ലാം ഇതായി പോയി അല്ലേ, മെൽറ്റ് ആയി പോയി അല്ലേ? എനിക്കറിയാം, ഞാൻ ഈ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കുമായിരുന്നു. ജോണിക്കുട്ടി അവിടെ പോയി പറഞ്ഞിട്ടുണ്ട്. അല്ലെ പപ്പ അങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു നിങ്ങളെ കാണാൻ വേണ്ടിട്ട്. ഇത്ര നേരമായില്ലേ നമ്മൾ പോയിട്ടാണെങ്കിൽ അവൻ പറഞ്ഞു നമുക്ക് ഇനി വീട്ടിൽ പോയാൽ. ഞാൻ പറഞ്ഞു ഓക്കെ നിന്നെ കൊണ്ടുവിടാനാ. എന്നിട്ട് ആ സമയത്തില്ല, കറക്റ്റ് ആ സമയത്തില്ല പപ്പ വന്നേ. കുറച്ചുമ്പോ ഞാൻ ഇത് ചെയ്യണം. മുട്ടായി ഒരു ഇന്നും മുട്ടായി ഇതൊന്നും തിന്നില്ലട്ടോ. പിന്നെ പൈസ കിട്ടിയോ? 10. ഇതൊന്നും പൈസയല്ല, ഇതൊന്നും പൈസയല്ല, ഇത് ചോക്ലേറ്റ്. 2 യൂറോ കൂടെ കിട്ടിയാണോ ഒരു പാവം കൊച്ചു അവിടെ പോയിക്കൊണ്ടിരുന്നു എല്ലാത്തിനും വീട്ടിലോട്ട്. അപ്പനെ ഓർത്ത് ഒരു 2 കൊടുക്കാൻ അപ്പനെ കൊടുത്തു. 2 യൂറോ ആഘോഷം കൊടുത്തോ? ഓക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് പിന്നെ മാൾക്കും ചക്കിക്കും സേവ് ചെയ്യാൻ എന്താണ് അറിയാം, ഇത് മൊത്തം തിന്നരുത്. ഇതൊക്കെ അസുഖങ്ങൾ വരും. നോക്കാം ഇതുകൾ എനിക്ക് ഇഷ്ടമില്ലാത്ത പിന്നെ ഇതുകൾ എക്സ്പയറിംഗ് ആണെങ്കിൽ ഞാൻ മാറ്റും. ഇതൊന്നും അങ്ങനെ തിന്നില്ല, ഇതെല്ലാം നമുക്ക് എടുത്തു വെക്കണം. എല്ലാവർക്കും എനിക്കറിയാം പപ്പേനെ. പപ്പ ഇന്നാളെ ഒരു ബോക്സ് നിറച്ചുണ്ടാവും. പപ്പ പോയിട്ട് വേസ്റ്റ് കളയെല്ലാം. അല്ല മുട്ടായി അധികം തിന്നാൻ കൊള്ളത്തില്ല, അതുകൊണ്ടല്ലേ. പപ്പ ഇത് വേസ്റ്റ് കളയാൻ വേസ്റ്റ് കളയത്തൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഒത്തിരി ഫുൾ ടൈം ഇത് മുട്ടായി തിന്നുകൊണ്ട് നിൽക്കരുത്. 2 മണിക്കൂർ 2.5 മണിക്കൂറായി. എത്ര മുട്ടായി കഴിച്ചു എന്ന് പുറത്തു പോയപ്പം? ഇനി ഇന്ന് കഴിക്കരുത് കേട്ടോ, ഒത്തിരി കഴിച്ചില്ല. ഇന്ന് 10 തന്നെ ധാരാളമാ ആണല്ലേ? ഇനി നോക്ക്, ഇതുപോലത്തെ ക്യാൻഡീസ് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ഇതിന്റെ അകത്ത് ഇന്നതാണ്, പക്ഷെ ഇതൊന്നും കവർ ഇല്ലാതെ പെട്ടെന്ന് ഊരിപ്പോയി. അതുകൊണ്ട് ഇത് വേസ്റ്റ് കളാക്കും. പേപ്പറില്ലാത്തതൊക്കെ വേസ്റ്റ് കളയണേ. അതിന് ആദ്യം മോൻ കഴുകുക. 10 കൈകളിലായി ശരിക്കും മോൻ കഴുകുക. ഒന്നും എടുക്കത്തില്ല, പെട്ടെന്ന് നന്നായിട്ട് മോൻ കഴുകുക. ഇവിടെ പോയി കഴുകുക. പോകുന്നുണ്ടോ? മോൻ കഴിയും പെട്ടെന്ന് പോയോ? ഇനി ജോണിക്കുട്ടിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. നീ ഇതെല്ലാം സേഫായിട്ട് എടുത്തു വെക്കണം. നീ പിന്നെ ചെയ്യണത്
ഇനി ഞാൻ എണ്ണം കുറേ ക്യാൻഡീസ് എനിക്ക് ഇഷ്ടമുണ്ട്. ഇതുപോലത്തെ എന്നാ നമുക്ക് ഇതെല്ലാം എടുത്തു വെക്കാം. ഇപ്പൊ തൽക്കാലം എടുത്തു വെക്കാം. എന്നിട്ട് പിന്നെ എണ്ണ സേവ് ചെയ്യും. മാളൂന് കച്ച് ഇന്നാളാണെങ്കിൽ അവർ പോയിപ്പാണെങ്കിൽ €2 €1 കിട്ടിയ 50 സെന്റ്, പിന്നെ €5. എനിക്കാണ് ഏറ്റവും ഇപ്പൊ ലോട്ടറി കിട്ടിയ 10. എന്റെ പൊന്നേ മതി. അപ്പൊ ഞാൻ പറഞ്ഞ കേക്ക് ഇതെല്ലാം എടുത്തു വെക്കുവല്ലേ? ആളിന് ചെക്കൊക്കെ കൊടുക്കുവോ ഇതിനകത്തുനിന്ന്? ഇതുകളും അവർക്ക് ഇഷ്ടം. അവർക്ക് പറഞ്ഞു അവർ വരുമ്പോ ഞാൻ വെൽക്കം ഗിഫ്റ്റ് ആയിട്ട് ഇവന് പറഞ്ഞു ഇഷ്ടമുള്ള എടുക്കാൻ കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു 10 3 5. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശം അല്ലേ? ഇന്നിപ്പോ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ഇന്ന് കഴിക്കരുത്. ഇന്ന് ജോണിക്കുട്ടി 2 എണ്ണം കഴിച്ചു ഓൾറെഡി. കേട്ടോ? കഴിഞ്ഞ പ്രാവശ്യം മുട്ടായി കൂടുതൽ കഴിച്ചിട്ട് അസുഖം വന്ന് ഓർക്കുന്നുണ്ടോ? ചക്കിയൊക്കെ ഛർദ്ദിച്ച് ഓർക്കുന്നുണ്ടോ? അത് നോറാണ്. പിന്നെ അതിനെ കുറിച്ച് അത് പണ്ടേ തൊട്ടുള്ളതാണ്. പിന്നെ അത് മമ്മയുടെ ഒരു സൂപ്പ് കാരണമാണ് ആ മണം കിട്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതല്ല മമ്മയുടെ സൂപ്പല്ല. ഈ സാധനം അധികം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്ന